വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾ, സിനിമാ കഥകളെ വെല്ലുന്ന ട്വിസ്റ്റ്. കേരളം ഞെട്ടിത്തെറിച്ച വാർത്തയായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. കേസിൽ 8ാം പ്രതിയായി ദിലീപിനെ കൂടി ചേർത്തതോടെ കേസിന്റെ തലം തന്നെ മാറിയെന്ന് പറയാം. 27 തവണ മാറ്റിവെച്ച ഈ കേസിന്റെ വിധി ഡിസംബർ 8-ന് പറയും. നടൻ ദിലീപിന്റെ ഭാവി നിർണ്ണയിക്കുന്ന വിധി കൂടിയാണിത്. 2017 ഫെബ്രുവരി 17-ന് രാത്രിയാണ് തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോൾ നടി ആക്രമിക്കപ്പെടുന്നത്. 2017 ഫെബ്രുവരി 23-ന് പൾസർ സുനി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേസിലെ 1ാം പ്രതിയാണ് പൾസർ സുനി. പൾസർ സുനി ജയിലിൽ വെച്ച് നടത്തിയ ചില നീക്കങ്ങളാണ് നടൻ ദിലീപിലേക്ക് വിരൽ ചൂണ്ടാൻ കാരണമായത്. കൂടാതെ പൾസർ സുനി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളും ദിലീപിനെ വെട്ടിലാക്കിയെന്ന് പറയാം. പിന്നീട് ജൂലൈ 10-ന് ദിലീപിനെ അറസ്റ്റ് ചെയ്തു. 3 മാസത്തോളം ദിലീപ് ജയിലിലായിരുന്നു. ദിലീപിനെ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ജയിലിലായിരുന്ന ദിലീപിന് ഹൈക്കോടതിയാണ് കർശന ഉപാധികളോടെ ജാമ്യം നൽകിയത്. പിന്നീട് ജാമ്യ വ്യവസ്ഥകൾ പലപ്പോഴായി ഇളവ് ചെയ്യുകയും ചെയ്തു. അതേസമയം പൾസർ സുനി കേസിൽ ജാമ്യം കിട്ടാതെ 7 വർഷം ജയിലിൽ കിടന്നു. ഈ അടുത്ത് പുറത്തിറങ്ങുകയും ചെയ്തു. ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും ഇതേ തുടർന്നാണ് ആക്രമണം നടത്തിയത് എന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലും ദിലീപിന് വിനയായി. ഇത് വിശദമായ അന്വേഷണത്തിനും വഴിവെച്ചു. പ്രതികൾ നിരന്തരം ഉപഹർജികളുമായി കോടതിയെ സമീപിച്ചതും അതുവഴി വിചാരണ നടപടികൾ വൈകിക്കൊണ്ടിരുന്നതും കേസിനെ സങ്കീർണമാക്കി. കേസ് മനഃപൂർവ്വം വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണങ്ങൾ ഉയർന്നു. ഒരു ഘട്ടത്തിൽ വിചാരണ ജഡ്ജിക്കെതിരെ പോലും വിമർശനം ഉയർന്നു വന്നു. ആക്രമിക്കപ്പെട്ട നടിയുടെ അഭ്യർത്ഥന പ്രകാരം വിചാരണ നടപടികൾ മുഴുവനും അടച്ചിട്ട മുറിയിലാണ് നടന്നത്. എന്നാൽ കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് അധികൃതരുടെ കസ്റ്റഡിയിലിരിക്കെ തുറന്നു പരിശോധിച്ചുവെന്ന ആരോപണം ഉയർന്നത് വലിയ വിവാദമായി. ആക്രമിക്കപ്പെട്ട നടി നേരിട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചതും കേസിലെ നിർണായക സംഭവമാണ്. എന്തായാലും കേരള സമൂഹം ഉറ്റുനോക്കുന്ന ഒരു വിധിയാണ് വരാൻ പോകുന്നത്.